നമുക്ക് കടലിലേക്ക് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന തേങ്ങയാണിത്. ഇത് നമുക്ക് ചിരകിയിട്ട് ഇതിൻ്റെ പാലെടുക്കാം. ജീരകം ഇട്ടു. പെരുംജീരകമാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. ഇത് പൊട്ടിയതിന് ശേഷം നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. ഒന്ന് വഴണ്ടി വരാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ കടല വേവിക്കുമ്പോൾ തന്നെ നമ്മൾ ഉപ്പിട്ടിട്ടാണ് വേവിച്ചത്. ഒരു 3 വിസിൽ. ആദ്യം ഒന്ന് സിമ്മിലിട്ടൊന്ന് ഒരു വിസിൽ ഇട്ടു, പിന്നെ ബാക്കി 2 വിസിൽ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മൾ വിസിലിട്ടത്. ഇനി ഇതൊന്ന് വഴണ്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാം. കളറൊന്ന് മാറി വന്നാലൊന്ന് അങ്ങനെ നമ്മുടെ സവോള നല്ലോണം വഴണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ബാക്കി ഇടാം കേട്ടോ. ഇത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റാണ്. നമ്മൾ നേരത്തെ അരച്ച് വെച്ചതിൻ്റെ ബാലൻസാണ്. അപ്പോൾ അതൊന്ന് നല്ലോണം വെച്ചൊന്ന് മിക്സ് ചെയ്യാം. അതിൻ്റെ ഒരു പച്ചമണം നമുക്കിനി തക്കാളി ഇടാം. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളിടാം. ഇത് മല്ലിപ്പൊടി 1/4 ടീസ്പൂണ്, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി. ഇത് നമുക്കൊന്ന് കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് അധികം എരിവില്ലാത്തതല്ലേ, അപ്പോൾ അത് ആഡ് ചെയ്യാം. ഇത് നല്ലോണം അത് പച്ചമണം പോണവരൊന്ന് ഇളക്കി കൊടുക്കാം. പച്ചമണം ഒന്ന് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച കടല ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പെല്ലാം ഇട്ട് കറക്റ്റ് ആക്കണം. നമ്മൾ ഉപ്പ് നോക്കിയിരുന്നു, അത് വീഡിയോയിലില്ല. ഇനി നമുക്ക് നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിക്കാം. അതിനുശേഷം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ കറിയായി.
ഇനി നമുക്കിത് ചപ്പാത്തിക്കോ അല്ലെങ്കിൽ ചോറിനോ എന്തിനായിക്കോട്ടെ, പുട്ടിനൊക്കെ അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഇത് ഉണ്ടാക്കിക്കോളും. അടിപൊളി റെസിപ്പിയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.